എല്ലാവർക്കും അഹം ബ്രഹ്മ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിവാഹ തീയതി പ്രവചിക്കും നിങ്ങളുടെ ഭാവി ജീവിതം. എല്ലാവരുടെയും ജീവിതത്തിൽ വിവാഹത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ച ശേഷം മാത്രമാണ് ആരും വിവാഹ തീയതി നിശ്ചയിക്കാറുള്ളൂ. ഇതിനായി ജ്യോതിഷ പണ്ഡിതന്മാരെയും നാം സമീപിച്ച് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തേടാറുണ്ട്. വീട്ടിലെ കാരണവന്മാരും ഇക്കാര്യത്തിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. സംഖ്യാജ്യോതിഷപ്രകാരമുള്ള വിവാഹഭാവി പ്രവചനങ്ങളും നിങ്ങൾക്ക് ഇടയ്ക്കിടെ നോക്കാവുന്നതാണ്. വിവാഹ തീയതികൾ കണക്കുകൂട്ടി സംഖ്യാജ്യോതിഷ പ്രകാരമുള്ള പ്രവചനങ്ങളിലൂടെ ഒന്നു കണ്ണോടിക്കാം. ഇതിലൂടെ കിട്ടുന്ന സംഖ്യകൾക്ക് നിങ്ങളുടെ വിവാഹ ഭാവി ജീവിതം എത്രത്തോളം സുഗമവും സങ്കീർണവുമായിരിക്കുമെന്ന് പ്രവചിക്കാനാകും. ഉദാഹരണത്തിന് നിങ്ങളുടെ വിവാഹ തീയതി 2011 നവംബർ 14 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ തീയതി തമ്മിൽ കൂട്ടുമ്പോൾ 5 മാസത്തിന്റെ അക്കങ്ങൾ കൂട്ടുമ്പോൾ 2 വർഷം കൂട്ടുമ്പോൾ 4 കിട്ടുക. ഈ അക്കങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ 11 എന്ന അക്കം കിട്ടുന്നു. അവ തമ്മിൽ കൂട്ടുമ്പോൾ വീണ്ടും 2. ഈ അക്കത്തിന് നിങ്ങളുടെ വിവാഹത്തിന്റെ ഭാവി കൃത്യമായി പ്രവചിക്കാനാകുമെന്നതാണ് സംഖ്യാജ്യോതിഷം ചൂണ്ടിക്കാട്ടുന്നത്. സംഖ്യാജ്യോതിഷ പ്രകാരം ഒന്നാണ് നിങ്ങളുടെ വിവാഹതീയതിയായി കിട്ടുന്നതെങ്കിൽ ആ ദമ്പതികൾക്കിടയിൽ ഏറെ അടുപ്പവും സ്നേഹവും എന്നും നിലനിൽക്കുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഒരിക്കലും മറക്കാനാകാത്ത ഒരു പ്രണയകാലത്തിന് അവർ ഉടമകളായിരിക്കും. ഏറെ പ്രണയകഥകൾ അവർക്ക് പങ്കുവെക്കാനുണ്ടാകും. ഈ ദമ്പതികൾക്കിടയിലുള്ള പരസ്പരധാരണയും മനസ്സിലാക്കലുകളും ജീവിതകാലം മുഴുവൻ താളം തെറ്റാതെ നിലനിൽക്കാൻ സഹായിക്കും. സംഖ്യാജ്യോതിഷ പ്രകാരം 2 നിങ്ങളുടെ വിവാഹതീയതിയായി കിട്ടുന്നതെങ്കിൽ വിവാഹിതരായ ദമ്പതികൾ പരസ്പരം രഹസ്യ സ്വഭാവമുള്ളവരായിരിക്കും. ഈ ദമ്പതികൾക്കിടയിൽ വൈകാരികമായ പക്വതയില്ലായ്മ പ്രകടമായിരിക്കും. ഇതെല്ലാം അവരുടെ ദാമ്പത്യ ജീവിതത്തെ സുഗമമായി മുന്നോട്ടു നയിക്കുന്നതിൽ സാരമായി ബുദ്ധിമുട്ടുണ്ടാക്കും. 3 തീയതി വിവാഹം കഴിച്ച ദമ്പതികൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് മുൻഗണന നൽകുന്നവരായിരിക്കും. എന്ത് കാര്യത്തിലും പണക്കൊഴുപ്പ് കാട്ടിയില്ലെങ്കിൽ നാട്ടുകാർ എന്ത് കരുതുമെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഇക്കൂട്ടർ. ഇവർക്കിടയിൽ ദാമ്പത്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ല. 4 തീയതി വിവാഹിതരായവർ വിവാഹത്തെ വളരെ പ്രാധാന്യത്തോടെയും പക്വതയോടെയുമാണ് സമീപിക്കുന്നത്. വിവാഹജീവിതത്തെപ്പറ്റിയും അതിനപ്പുറവും ഇപ്പുറവുമുള്ള ജീവിതത്തെപ്പറ്റി ഇക്കൂട്ടർ വളരെ പ്രാധാന്യത്തോടെ സംസാരിച്ച ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. മരണം വരെയും ജീവൻ തന്നും കൂടെ നിൽക്കുമെന്ന മനസ്സുള്ളവരാണ് ഇക്കൂട്ടർ. അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ ദമ്പതികൾ ഇവരാണ്. 5 തീയതി വിവാഹിതരായവർ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കും. ശരിയായ ആശയവിനിമയത്തിലൂടെ പരസ്പരം മനസ്സിലാക്കിയവരും വിവാഹജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ പരസ്പരം നൽകേണ്ട കൃത്യമായ ഇടത്തെ അവർ പങ്കുവെക്കുന്നവരാണ് ഇക്കൂട്ടർ. വിവാഹത്തെ ജീവിതത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമായി കണക്കാക്കുന്നവരാണ് 6 തീയതി വിവാഹിതരായവർ. ഇക്കൂട്ടർക്ക് ജീവിതത്തിലുടനീളം പ്രണയം പങ്കുവെച്ച് ജീവിക്കാൻ ശുക്രന്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ എന്നും സ്നേഹവും സമാധാനവും നിറഞ്ഞ ജീവിതവും ഇവർക്ക് കൂട്ടായി എപ്പോഴുമുണ്ടാകും. കഠിനപ്രയത്നം ചെയ്യാൻ മടിക്കാത്ത ഇക്കൂട്ടരുടെ വിവാഹജീവിതം സന്തോഷത്താൽ സമ്പന്നമായിരിക്കും. 7 തീയതിയാണ് നിങ്ങൾ വിവാഹിതരായതെങ്കിൽ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. യുറാനസിന്റെ ദൃഷ്ടിയുള്ള ഈ ദിനത്തിൽ വിവാഹിതരായവർക്ക് വാഹനാപകടം, പരിക്ക്, വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാതാകൽ തുടങ്ങിയ അനിഷ്ട സംഭവങ്ങൾ സ്ഥിരമായി സംഭവിക്കാറുണ്ട്. ഈ ദിനത്തിൽ വിവാഹിതരായവരുടെ പ്രണയബന്ധത്തിന്റെ ദൈർഘ്യവും വളരെ ചെറുതും ദുർഘടം പിടിച്ചതുമായിരിക്കും. 8 തീയതി വിവാഹിതരായവർക്കിടയിൽ അസാമാന്യമായ പൊരുത്തമുണ്ടാകും. ഇക്കൂട്ടർ ലൈംഗിക ബന്ധമാണ് വൈവാഹിക ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒന്നായി കണക്കാക്കുന്നത്. ഇഴപിരിയ ദമ്പതികളായ ഇവർ എല്ലാവരോടും വളരെ എളുപ്പത്തിൽ സൗഹൃദത്തിലാകുന്ന പ്രകൃതക്കാരാണ്. 9 തീയതി വിവാഹിതരായ ദമ്പതികൾ മറ്റുള്ളവരിൽ നിന്ന് പലതും മറച്ചുവെക്കുന്ന പ്രകൃതമുള്ളവരാണ്. നെപ്റ്റ്യൂൺ ഗ്രഹത്തിന്റെ ദൃഷ്ടിയുള്ള ഈ അക്കത്തിൽ വിവാഹിതരായവർ രഹസ്യത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ഈ ദമ്പതികൾ ദൈവിക ഗണമുള്ളവരും കൂടിയാണ്. പക്ഷേ അക്കാര്യം ഇക്കൂട്ടർക്ക് പോലും അറിയില്ലെന്നുള്ളതാണ് സത്യം. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.